ഒന്നാം ഇടതുപക്ഷ സർക്കാരിൻ്റെ സമയത്ത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയുടെ വിഡ്ഢിത്തരങ്ങളും അതുപോലെ തന്നെ ഇതുപോലെ ജനങ്ങളെ കബളിപ്പിക്കലും ആക്ഷേപങ്ങളും ഒക്കെ ജനങ്ങൾ കണ്ടുമടുത്തത് കോൺഗ്രസ് മനസ്സിലാക്കി. അത് മനസ്സിലാക്കി കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് നേരിട്ട് ഇടപെട്ടാണ് ആരെ പ്രതിപക്ഷ നേതാവാക്കുന്നത്? വി.ഡി. സതീശനെ പ്രതിപക്ഷ നേതാവാക്കുന്നത്. അപ്പോൾ വി.ഡി. സതീശനും അതേ പാതയിൽ കുറച്ചുകൂടി വേഗതയിൽ നുണകൾ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റുമോ എന്നാലോചിച്ച് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ഇനിയും കോൺഗ്രസ് പ്രതിപക്ഷത്ത് ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ സാഹചര്യത്തിൽ ഈ പ്രതിപക്ഷ നേതാവിനെയും അവർ മാറ്റേണ്ടി വരും. കാരണം കോൺഗ്രസിനകത്തും ഇത് വലിയ ചർച്ചയുണ്ട്. അപ്പോൾ ഈ നുണകളെയെല്ലാം ഒരേ ഫ്രെയിമിൽ കൊണ്ടുവരാൻ എത്രത്തോളം ജനങ്ങൾക്കിടയിൽ ഈ നുണകളുണ്ട്, അങ്ങനെയാണല്ലോ, അവരിലൂടെ തന്നെ അത് ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഞങ്ങൾക്കുണ്ട്. ഇത് ഒരു തുടക്കം മാത്രമാണ്. ഇത് കേരളത്തിലുടനീളം നടത്താനുള്ള പ്രോത്സാഹനമാണ് ഞങ്ങൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയം വിലയിരുത്തുന്നവർക്ക് നല്ല ബോധ്യമുണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ശാസ്ത്രീയമായി നുണ പറയുന്ന ഒരു മനുഷ്യനാണ് എന്ന്.